ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഉണക്കമീനും പച്ചക്കായും ചേർത്ത് ഒരു കറി തയ്യാറാക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് വീട്ടിലൊക്കെ സ്ഥിരം തയ്യാറാക്കുന്ന ഒരു കറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇന്നൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ 2 അയില എടുത്തിട്ടുണ്ട്. ഉണക്കയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട്. ഇനി മീൻ നല്ല പോലെ ഒന്ന് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. പച്ചക്കായ ഇതുപോലെ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായും അതുപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ 2 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പോലെ ഒന്ന് ചതച്ചതും, ആവശ്യത്തിന് വേപ്പിലയും ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ ഉണക്കമീനിൽ നിന്ന് തന്നെ നല്ല പോലെ ഉപ്പ് ഇറങ്ങി വരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും, അതിലേക്ക് ഒരു ചുവന്നുള്ളി, അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ടോ, ഇപ്പോൾ പാകത്തിന് കായ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുണ്ടല്ലോ, അരപ്പ് തയ്യാറാക്കിയ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മീനൊക്കെ പൊടിഞ്ഞു പോകാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മീനിൽ നിന്ന് തന്നെയുള്ള ഉപ്പ് ഇതിൽ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകും അതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉണക്കമീനും അതുപോലെ പച്ചക്കായും കൂടി ചേർത്ത കറി തയ്യാറാകും. ഇതുണ്ടോ, ഇതിപ്പോൾ ഈ ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ ഒന്നുകൂടി ചാറൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.